വാളയാർ കേസിൽ ഏറ്റവും കൂടുതൽ ആരോപണത്തിന് ഇരയായവരിൽ ഒരാളാണ് മന്ത്രി എം പി രാജേഷ്. പിണറായി വിജയൻ അപ്പുറത്തുണ്ട്, CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുമുണ്ട് അപ്പുറത്ത്. വളഞ്ഞിട്ട് ആക്രമണമായിരുന്നു നടന്നത് എന്നത് എല്ലാവർക്കും അറിയാം. എത്രയോ ദിവസങ്ങൾ അന്തിച്ചർച്ചയും വാർത്തകളായും നിറഞ്ഞു നിന്നിരുന്നു. ഇതിലേറെ പറയുന്നു, 2021 നിയമസഭാ ഇലക്ഷനിൽ ധർമ്മടം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി ഈ അമ്മയെ, വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ. മണ്ഡലങ്ങൾ തോറും എം പി രാജേഷിന്റെ മണ്ഡലത്തിൽ ഓരോ കവലയിലും നടന്നു പ്രസംഗിച്ചു അമ്മ. ആ അമ്മ തന്നെയാണ് ഇപ്പോൾ കുറ്റം ചെയ്തത് എന്ന് CBI കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രി എം പി രാജേഷ് താൻ അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനം, രാഷ്ട്രീയമായ ആക്രമണത്തെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്: അവരുടെ അമ്മയെക്കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. 2 പെൺകുട്ടികളുടെ 9 വയസ്സും 13 വയസ്സുമുള്ള 2 പെൺകുട്ടികളുടെ അമ്മയെക്കുറിച്ച് എന്നാണ് പറയുന്നത്. ഒട്ടും സന്തോഷത്തോടെയല്ല ഈ കുറിപ്പ് എഴുതുന്നത്. പലവട്ടം ആലോചിച്ച ശേഷമാണ് ഇത് എഴുതാമെന്ന് തീരുമാനിച്ചത്. ചില സത്യങ്ങൾ പറയേണ്ടപ്പോൾ പറയണമല്ലോ. 2017 2 കൊച്ചു പെൺകുട്ടികൾ വാളയാറിൽ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയായി ഒന്നിന് പിറകെ ഒന്നായി ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടത്. അന്ന് ഞാൻ പാലക്കാട് MP ആണ്. 2019 വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. അന്നൊന്നും ഉയർന്നു വരാത്ത ക്രൂരമായ ആരോപണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഉയർന്നു വന്നു. അന്നത്തെ BJP ജില്ലാ പ്രസിഡന്റ് കൃഷ്ണദാസാണ് വാളയാറിലെ കുട്ടികളുടെ കാരണക്കാരായ കൊടും ക്രിമിനലുകളെ രക്ഷപ്പെടുത്തിയത് ഞാനും നിതിൻ കടിച്ചേരിയുമാണ് എന്ന അതിക്രൂരമായ ആരോപണം ഉന്നയിക്കുന്നത്. തൊട്ടു പിന്നാലെ ദീർഘകാലമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലഹരിക്കടിമയായി ടെലിവിഷൻ ചാനലുകളിലെ സ്ഥിരം അധമ ഭാഷണക്കാരനായ ഒരു വക്കീൽ വേഷധാരി ഏഷ്യാനെറ്റിലൂടെ ഈ ആരോപണം ആവർത്തിച്ചു. അതിനെതിരെ ഞാൻ നൽകിയ ക്രിമിനൽ അപകീർത്തി കേസ് ഒറ്റപ്പാലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 4 വർഷമായി നടന്നു വരികയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ തൃത്താലയിൽ സ്ഥാനാർത്ഥിയായതോടെ അവിടുത്തെ UDF സ്ഥാനാർത്ഥി തന്നെ എനിക്കെതിരെ വ്യക്തിഹത്യക്ക് നേതൃത്വം കൊടുത്തു. VT ബൽറാമാണ് സ്ഥാനാർത്ഥിയെന്ന് ഓർക്കണം. UDF സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ച് പുറത്തിറക്കിയ ഒരു പോസ്റ്റർ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിലെ വാചകങ്ങൾ ഇപ്രകാരമാണ്. ആ പോസ്റ്റർ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അതിലെ വാചകങ്ങൾ ഇപ്രകാരമാണ്: വാളയാറിൽ പ്രതികൾക്ക് വേണ്ടി പ്രവർത്തിച്ചവനെയല്ല, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയവനെയാണ് തൃത്താലക്കാവശ്യം. തൂങ്ങി നിൽക്കുന്ന 2 കുഞ്ഞുടുപ്പുകളുടെ ചിത്രം പതിച്ച ആയിരക്കണക്കിന് പോസ്റ്റർ മണ്ഡലത്തിലുടനീളം പതിച്ചു. പോളിംഗ് ദിവസം ബൂത്തുകളുടെ എല്ലാം പരിസരങ്ങളിൽ ചുവന്ന മഷി തൂവിയ വെള്ള കുഞ്ഞുടുപ്പുകൾ കൊണ്ടുള്ള തോരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. തീർന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ UDF മത്സരിപ്പിച്ച വാളയാറമ്മ പിന്നെ കേന്ദ്രീകരിച്ചത് തൃത്താലയിലായിരുന്നു. വിഷം തേടിയ മനസ്സിലുടമയായ കാളകൂട കണ്ടനും UDF നേതാക്കളും ആ അമ്മയെ തൃത്താലയിലാകെ കൊണ്ടു നടന്നു. 100 കണക്കിന് കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുപ്പിച്ചു. അത്തരമൊരു പൊതുയോഗത്തിന്റെ വീഡിയോയാണ് ഇവിടെ പങ്കുവച്ചത്. അതിലവർ പറയുകയാണ്, അതിൽ എന്താണ് പറഞ്ഞത് എന്ന് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും. എന്നിരുന്നാലും അത് കോട്ട് ചെയ്യുകയാണ് MP രാജേഷ് ചെയ്തിരിക്കുന്നത്. അതുകൂടി നമുക്ക് വായിക്കാം. അതിങ്ങനെയാണ്. അതിലവർ പറയുകയാണ്: 2017 ജനുവരി 13 എൻ്റെ മൂത്ത മോൾ കൊല്ലപ്പെട്ട അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രതികളെ പോലീസ് വൈകുന്നേരം 7 മണിയാകുമ്പോൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും രാത്രി 1 മണിയാകുമ്പോൾ അവിടുത്തെ ലോക്കൽ നേതാക്കൾ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരികയും ചെയ്തപ്പോൾ അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രതികളെ രക്ഷപ്പെടുത്താൻ വിളിച്ചു പറഞ്ഞത് ഇന്ന് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന MP രാജേഷാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്ന്. ജീവിതത്തിൽ ഏറ്റവും മുറിവേറ്റ നാളുകൾ അതായിരുന്നു. തൃത്താലയിലെ ജനങ്ങളോടുള്ള ഏറ്റവും വലിയ കടപ്പാട് ആ ക്രൂരമായ വ്യക്തിഹത്യക്ക് അവർ പുല്ലുവില കൽപ്പിച്ചില്ല എന്നതാണ്. 2 പെൺകുട്ടികളുടെ അച്ഛനായ ഒരാൾ എന്നതുകൊണ്ട് കൂടിയാണ് ഒരു രാഷ്ട്രീയ ആക്രമണം എന്നതിനപ്പുറം വ്യക്തിപരമായ മുറിവായി അത് മാറിയത്. ആരോപണങ്ങൾ വ്യാജമാണെന്നറിഞ്ഞിട്ടും സംഘി, കോൺഗ്രസ്, ലീഗ് ഹാൻഡിലുകളിൽ നിന്ന് സൈബറിടത്തിൽ സംഘടിതമായ ആക്രമണം തുടർന്നു. ഇതിനെല്ലാം പ്രധാന കാരണക്കാരൻ എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വക്കാലത്തെടുത്തയാൾക്കെതിരെ കേസ് നൽകിയത്. ഈ പ്രശ്നത്തിൽ വ്യക്തിപരമായ ആക്രമണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു അനുഭവം കൂടിയുണ്ട്. തൽക്കാലം അതിപ്പോൾ പങ്കുവെക്കുന്നില്ല. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണിവർ എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പറയാം. എനിക്കെതിരായ വ്യക്തിപരമായ ആരോപണം
പക്ഷേ ഒരു മുഖ്യധാരാ മാധ്യമവും നൽകുകയോ ഏറ്റുപിടിക്കുകയോ ചെയ്തില്ല എന്ന് പറയാതിരുന്നാൽ സത്യസന്ധമാവില്ല. പക്ഷേ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോടും ഇടതുപക്ഷത്തോടും ആ മാന്യത കാണിച്ചില്ല എന്നും പറയാതെ വയ്യ. വാളയാർ അമ്മയെ വലതുപക്ഷത്തിനൊപ്പം മഹത്വവൽക്കരിച്ച് ഇടതുപക്ഷം ആ അമ്മയോട് ചെയ്ത അനീതികളെ കുറിച്ച് അവർ മാസങ്ങൾ വെണ്ടയ്ക്ക നിരത്തി, ദീർഘമായി ഉപന്യസിച്ചു, മുഖപ്രസംഗങ്ങളിൽ രോഷം കൊണ്ടു, മാസങ്ങളോളം ചാനലുകളിൽ പ്രൈം ടൈമിൽ മത്സരിച്ച് വട്ടത്തിലും നീളത്തിലുമിരുന്ന് അന്തമില്ലാത്ത ചർച്ചകൾ നടത്തി. കാളകൂട കണ്ടന്മാർ വിഷം വമിക്കുന്ന നുണകൾ ഞങ്ങൾക്കെതിരെ ടൺ കണക്കിന് ചൊരിഞ്ഞു. ഇടതുപക്ഷത്തെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുക എന്ന ദൗത്യം വലതുപക്ഷത്തിനായി നിർവഹിച്ചു. കേരളത്തിലെ വലതുപക്ഷത്തിന്റെ അമ്മ മാധ്യമങ്ങൾക്ക് നീതിക്കു വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ എല്ലാം അമ്മയായി മാറി. ഇപ്പോൾ CBI സമർപ്പിച്ച കുറ്റപത്രത്തിലൂടെ സത്യം പുറത്തു വന്നിരിക്കുന്നു. ദി ഹിന്ദു മാത്രമാണ് പ്രാധാന്യത്തോടെ അത് റിപ്പോർട്ട് ചെയ്തതായി കണ്ടത്. ഇവരെല്ലാം ചേർന്ന് മഹത്വവൽക്കരിക്കുകയും നാടാകെ ഞങ്ങൾക്കെതിരെ എഴുന്നള്ളിച്ച് നടക്കുകയും ചെയ്ത ഈ അമ്മ പ്രായപൂർത്തിയാവാത്ത സ്വന്തം മകളെ ലൈംഗിക ചൂഷണം നടത്താൻ സഹായം ചെയ്തു. സ്വന്തം കൺമുന്നിലിട്ടും കുട്ടികളെ ദുരുപയോഗിക്കാൻ കൂട്ടുനിന്നു എന്നിങ്ങനെയുള്ള ചോര വരവിപ്പിക്കുന്ന ക്രൂരതകളാണ് CBI കുറ്റപത്രത്തിൽ പറയുന്നത്. അതായത് കുറ്റവാളികൾ ചെയ്ത അതേ കുറ്റത്തിന് വാളയാർ കുട്ടികളുടെ അമ്മയും വിചാരണ ചെയ്യപ്പെടും. ആ സ്ത്രീയെ വിധിക്കാൻ ഞാൻ ആളല്ല, കോടതി വിധിക്കട്ടെ. ആദ്യം മാധ്യമങ്ങളോടാണ് ചോദ്യം. എന്തേ ഈ സ്തോഭജനകമായ വാർത്ത നിങ്ങൾ കൂട്ടത്തോടെ തമസ്കരിച്ചു? എന്തേ പൊടുന്നനെ നിങ്ങൾ ഒന്നടങ്കം നിശബ്ദരായി? എന്തേ തലക്കെട്ടുകളും പ്രൈം ടൈം ചർച്ചകളും കവർ സ്റ്റോറികളും ഇല്ലാത്തത്? ലജ്ജ കൊണ്ട് അതോ കുറ്റബോധം? മറുപടി പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, പറയുമോ? വലതുപക്ഷത്തെക്കുറിച്ച് എന്ത് പറയാൻ? കൊടുന്നുണകളുടെ രാഷ്ട്രീയ സന്തതികളായ അവർക്കർഹമായ അമ്മമാരെ കണ്ടെത്തുന്നു. ആയമ്മമാരെ അവർ വാഴ്ത്തിക്കൊണ്ടിരിക്കട്ടെ. ആ മാതൃസ്വരൂപങ്ങളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കാൻ അർഹർ വലതുപക്ഷം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. MP രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അവസാനം ഒരു വാൽക്കഷ്ണം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഇക്കൂട്ടർ ഇതിനൊന്നും ഒരക്ഷരം മറുപടി പറയില്ല. ചത്ത പാമ്പിനെ പോലെ പതുങ്ങിക്കിടക്കും. അടുത്ത കൊടുന്നുണയുമായി ഞങ്ങളെ ആഞ്ഞുകൊത്താനുള്ള തക്കം പാർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ PT ബൽറാം തൃത്താലയിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ MP രാജേഷിന് എതിരെ നൽകിയ പോസ്റ്ററും കൂടി കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തൃത്താല മണ്ഡലത്തിൽ ഈ അമ്മ, 2 പെൺകുട്ടികളുടെ അമ്മ, CBI കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തിയ അമ്മ പറയുന്ന വാക്കുകളും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഈ ദീർഘമായ പോസ്റ്റ് വായിച്ചത്? മറ്റൊന്നും കൊണ്ടല്ല, സത്യം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അന്ന് പക്ഷേ ആ സത്യം കണ്ടെത്തിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് പറയാൻ പറ്റാത്ത തരത്തിൽ സാമൂഹ്യമായി ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മാധ്യമങ്ങൾ അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്, CR നീലകണ്ഠന്മാർ അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പൊതുബോധം നിർമ്മിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സത്യം പറയാൻ കഴിയാത്ത അവസ്ഥ, നീതിപീഠത്തിന് പോലും സത്യം പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ പൊതുബോധം മാറുന്നു. അത്രമാത്രം സംഘടിതമായ പ്രചാരണമാണ് CPM-നെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, MP രാജേഷിനെതിരെ അന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഹൃദയത്തിൽ തൊടുന്ന വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഈ കുറിപ്പ് ഇവിടെ എഴുതി വെക്കുന്നതും.